ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളെ ഇന്ന് വെട്ടിയൊരുക്കുവാനായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനം ഇതാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-2 തിരുവചനങ്ങൾ. ദിവ്യതോട്ടക്കാരനായ ഈശോയുടെ മുൻപിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. ഈശോയെ, ഞങ്ങളെ വെട്ടിയൊരുക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ഈ വചനം നമുക്ക് എല്ലാവർക്കും ശ്രവിക്കാം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ഈ വചനം കാണാതെ അറിയത്തില്ലാത്തവർ ആരും ഉണ്ടാകുകയില്ല. നമ്മളെല്ലാവരും എപ്പോഴും കേൾക്കുന്ന ഒരു വചനമാണ്. ഇവിടെ നമ്മൾ ഒരു നിമിഷം ഒന്ന് കണ്ണ് അടച്ച്, നമ്മൾ പണ്ട് മാത്സൊക്കെ കണക്ക് പഠിച്ചിട്ടുണ്ടല്ലോ, മൈനസും പ്ലസും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ ഒന്ന് മൈനസ് ചെയ്യുക എന്ന് വിചാരിച്ചു. പരിശുദ്ധാത്മാവിനെ നമ്മൾ മൈനസ്, ഞാൻ മൈനസ് പരിശുദ്ധാത്മാവ്, അപ്പോൾ എൻ്റെ സ്ഥിതി എൻ്റേതായിരിക്കും, സമം എന്തായിരിക്കും? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 3 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അതായത് രൂപരഹിതം, ശൂന്യം, അന്ധകാരം. അപ്പോൾ നമ്മളൊന്ന് ഓർക്കുക, ഈ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം ഇവിടെ ഉണ്ട് കേട്ടോ. ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അതിനു മുൻപ് ഭൂമിയുടെ അവസ്ഥയാണ് പറയുന്നത്. ആത്മാവിൻ്റെ ആ പ്രവർത്തനം അവിടെ തുടങ്ങുന്നതിന് മുൻപാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ നിന്നും ഏതെങ്കിലും രീതിയിൽ മാറ്റപ്പെടുകയോ ഏതെങ്കിലും രീതിയിൽ ഞാൻ ശ്രദ്ധിക്കപ്പെടാതിരിക്കുകയോ പരിശുദ്ധാത്മാവിനെ ഞാൻ വേണ്ടവണ്ണം ഞാൻ ആദരിക്കാതിരിക്കുകയോ ചെയ്യുന്നുണ്ട് എങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഈ വചനം സത്യമാണ്. രൂപരഹിതമാകും, ശൂന്യമാകും, അന്ധകാരം നിറഞ്ഞിരിക്കും. രൂപരഹിതം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പെട്ടെന്നങ്ങ് വായിച്ചു വിടാതെ, ഇപ്പോൾ ഒരു ഫുട്ബോൾ നമ്മൾ കളിക്കുന്ന ബോളിൽ കുട്ടികൾ അടിച്ച് മെന്നിച്ച് ഗോൾ വാങ്ങിച്ച്, ഇപ്പോഴൊക്കെ ഫുട്ബോൾ പ്രേമത്തിൻ്റെ കാലഘട്ടമാണ്, നമുക്കറിയാം, എല്ലാവരും ഒപ്പം തൊഴിക്കും. അപ്പോൾ ഈ ഒരു വലിയ ബോൾ, അതിൻ്റെ കാറ്റ് പോയെന്ന് അങ്ങോട്ട് വിചാരിക്കും, കുറച്ച് മൊത്തം പോയില്ല, ആ ബോളിൻ്റെ കാറ്റ് പോയി എന്ന് വിചാരിക്കുക. എങ്ങനെ ഇരിക്കും ഈ ബോൾ? എന്ത് ശക്തിയുള്ളൊരു സാധനമാണ്! എത്രമാത്രം മനുഷ്യർ പുറത്തിരിക്കുന്നവരും അകത്തിരിക്കുന്നവരും മത്സരത്തിൽ പങ്കെടുക്കുക. അതുപോലെ ഫുട്ബോൾ എന്ന് പറയും. പക്ഷേ ഇതിൻ്റെ കാറ്റ് അല്പം അങ്ങോട്ട് പോയി, ഇതിങ്ങനെ ചളിങ്ങി ഇങ്ങനെ ഇരിക്കുന്നൊരു സാധനം എന്ന് ഓർത്ത് നോക്കി. എന്തെങ്കിലും ഉപകാരമുണ്ടോ? രൂപമില്ല അതിൻ്റെ രൂപം പോയി, അതിൻ്റെ ശക്തി പോയി, അതിനെ ഇനി നമുക്ക് ഒന്നിനും കൊള്ളില്ല. എല്ലാവരും എവിടെയെങ്കിലും തൊഴിച്ച് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടി അങ്ങോട്ട് ഇട്ടേക്കും. ഗോളിക്കും വേണ്ട, ആർക്കും ഫോർവേഡും വേണ്ട, ഡിഫൻസും ആരും ഒന്നും എടുക്കത്തില്ല, ആർക്കും അത് ഇഷ്ടമില്ല. അതുപോലെ തന്നെ നമ്മൾ മനോഹരമായി നമ്മൾ കാണുന്ന പടങ്ങളുണ്ട്, നല്ല നല്ല പിക്ചേഴ്സ്. അതിനെ ഒന്ന് കുത്തി വരച്ചോ പേപ്പർ കീറിയോ ഏതെങ്കിലും രീതിയിൽ രൂപം അങ്ങോട്ട് മാറ്റിയെന്ന് വിചാരിക്കുക. നമ്മൾ ആരെങ്കിലും അതിനെ നോക്കുവോ? പ്രിയ സഹോദരങ്ങളെ, നമ്മളൊന്ന് ഓർക്കണം, രൂപരഹിതമായ നമ്മുടെ ഒരു അവസ്ഥ, രൂപമില്ലാത്ത അല്ലെങ്കിൽ ഞാനായിരിക്കുന്ന ഈ വ്യക്തി ആയിരിക്കേണ്ട അവസ്ഥയിൽ ആയിരിക്കേണ്ടതുപോലെ ആകാതിരിക്കുന്ന ഒരു അവസ്ഥയ്ക്കാണ് ഈ രൂപരഹിതം എന്ന് പറയുന്നത്. അതാണ് രൂപരഹിതം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ അർത്ഥമാക്കും. അപ്പം നമ്മൾ ഓർക്കുക, ഒന്നുമില്ലായിരുന്നു ഈ ഭൂമിയിൽ. നമ്മൾ ഈ കാണുന്ന പച്ചപ്പുകളോ പിന്നെ മൃഗങ്ങളോ പാട്ടുപാടുന്ന കിളികളോ ഒഴുകുന്ന പുഴകളോ ഒന്നും ഈ ഭൂമിയിൽ ആരംഭത്തിൽ ഇല്ലായിരുന്നു. പക്ഷെ ദൈവത്തിൻ്റെ വചനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വന്ന വചനത്തെ ഏത് രീതിയിലാക്കി ഈ ഭൂമിയെ രൂപപ്പെടുത്തി എടുത്തു. ദൈവത്തിൻ്റെ വചനമൊക്കെ നിരന്തരം കടന്നു വന്നാലും ഇതിനെ രൂപാന്തരപ്പെടുത്തി എടുക്കുന്ന ആ അരൂപിയുടെ ആ ശക്തി, അരൂപിയുടെ ആ സാന്നിധ്യം നമുക്കില്ല എങ്കിൽ നമ്മുടെ ജീവിതം പൊളിഞ്ഞത് തന്നെ. ദൈവം എല്ലാത്തിനെയും ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ വേണ്ട രീതിയിൽ ക്രമപ്പെടുത്തി വെച്ചിരിക്കുക. ഞാൻ ചിലപ്പോഴൊക്കെ, ഞാനൊരു പൊട്ടിയായതുകൊണ്ട് വലിയ ബുദ്ധിയും ബോധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്നാലും ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കും, മനുഷ്യൻ്റെ ചില പഠനങ്ങളും ശാസ്ത്രത്തിൻ്റെ ചില കണ്ടുപിടുത്തങ്ങളും പരിണാമ സിദ്ധാന്തങ്ങളും അതും ഇതുമൊക്കെ കേൾക്കുമ്പോൾ ചില ആകാശഗോളങ്ങൾക്ക് താഴോട്ട് വീഴാൻ തോന്നിയാലേ എന്ന്. കാരണം ഇതൊക്കെ പരിണാമം പ്രാപിച്ചാണ്
എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ശാസ്ത്രം കണ്ടുപിടിക്കുന്നത്. ഈ ആകാശഗോളങ്ങൾ നിലം പതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതാണ്. പക്ഷേ പതിക്കാത്തതിൻ്റെ കാരണം എന്താണ്? ഈ ആത്മാവ് അരൂപിയാണ് അവിടെ രൂപപ്പെടുത്തി. ദൈവത്തിൻ്റെ ആ ചൈതന്യം, ദൈവിക ശക്തിയാണ്. അതുകൊണ്ട് ഒന്നും താഴോട്ട് പോരിയല്ലോ. നമ്മൾ ചില പ്രവൃത്തികളൊക്കെ കാണുമ്പോൾ ഈ ആകാശഗോളങ്ങൾ എഴുന്നേറ്റ് സംസാരിക്കേണ്ടതാണ്. ഓർഡർ അവരുടെ ജീവിതത്തിൽ രൂപരഹിതം മാറി ഒരു ഓർഡറിലേക്ക് അവർ വന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു ലക്ഷ്യമില്ലാത്തൊരു ജീവിതം. ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്നും അറിയില്ല. എൻ്റെ ജീവിതത്തിനൊരു എന്തിനാണ് ഞാൻ പഠിക്കുന്നത്, ഞാൻ ആ രീതിയിലൊക്കെ നമുക്ക് തോന്നുന്നതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ? നമ്മളിൽ ഈ അത്യുന്നതര ശക്തി, ഈ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കുറഞ്ഞു പോകുന്നത് കൊണ്ടും ശ്രദ്ധിക്കപ്പെടാതിരിക്കുന്നതും കൊണ്ടുമാണ്. കുറഞ്ഞു പോകുന്നതും കൊണ്ടും ശ്രദ്ധിക്കപ്പെടാതിരിക്കുന്നതും കൊണ്ടാണ്. എൻ്റെ ജീവിതത്തിൽ ഈ രൂപവും ഭാവവും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ഞാൻ കാണുന്ന പ്രത്യേകത? ഞാൻ എൻ്റെ ജീവിതത്തോട്, എൻ്റെ ജീവിത കടമയോട്, എൻ്റെ ജീവിത കടമകളെല്ലാം ഞാൻ വളരെ ഭംഗിയായി ചെയ്യും. ഞാൻ ജീവിത കടമകൾ വളരെ ഭംഗിയായി ചെയ്യും. എൻ്റെ ജീവിതത്തിൽ ദൈവം തന്നതാണെന്നുള്ള ബോധ്യത്തോടു കൂടിയെല്ലാം ഞാൻ പങ്കുവയ്ക്കും. മൂന്നാമതായിട്ട് സഹനങ്ങളെ ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും. രൂപം വന്നിരിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകതയാണത്. അതുപോലെ തന്നെ സ്വയം ത്യാഗങ്ങൾ ഏറ്റെടുക്കുവാൻ, എൻ്റെ ജീവിതത്തിൻ്റെ ആ മനോഹാരിത എനിക്ക് ആസ്വദിക്കുവാൻ, എന്ത് ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കുവാൻ ഞാൻ തയ്യാറാകുന്നു. ഇതിൽ നിന്നെല്ലാം ആ ദൈവമാണ് എന്നെ ഇവിടെ അപ്പോയിൻ്റ് ചെയ്തത്, രൂപപ്പെടുത്തിയത്, എനിക്ക് ഇതെല്ലാം നൽകിയത് ദൈവമാണെന്നുള്ളൊരു അവബോധം എൻ്റെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ ഒരു ക്രമമുണ്ടാകുകയാണ്, ഒരു ചിട്ടയുണ്ടാകുകയാണ്, ഒരു ഓർഡർ ഉണ്ടാകുകയാണ്. അവിടെ എല്ലാം വളരെ സന്തോഷമായി. ആകാശഗോളങ്ങൾ, ഉൽക്കകളൊക്കെ വിട്ടുപോകുന്നതും ഒക്കെ നമ്മൾ ചിലപ്പോഴൊക്കെ കേൾക്കും. ഓരോരുത്തരൊക്കെ വിക്ഷേപിക്കുന്ന കാര്യങ്ങളൊക്കെ ആകാശത്ത് നിന്ന് പതിച്ചെന്നൊക്കെ നമ്മൾ കേൾക്കും. പക്ഷേ കർത്താവ് സൃഷ്ടിച്ചതൊന്നും ഓർഡർ തെറ്റിച്ചില്ല. എൻ്റെ ജീവിതത്തിൽ ദൈവത്താൽ അനുവദിക്കപ്പെട്ട കാര്യങ്ങളെല്ലാം ഒരു ക്രമത്തോടും ചിട്ടയോടും കൂടി ചെയ്യുവാനായിട്ട് ഈ പരിശുദ്ധാത്മാവിനെ മൈനസ് ചെയ്യാതിരിക്കുവാൻ, പരിശുദ്ധാത്മാവിനെ ഡിലീറ്റ് ചെയ്യാതിരിക്കാൻ, പരിശുദ്ധാത്മാവിനെ മാറ്റി നിർത്താതിരിക്കുവാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. രണ്ടാമതായിട്ട് ശൂന്യം. ശൂന്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നുമില്ലാത്ത ഒരവസ്ഥയാണ് ശൂന്യം എന്ന് പറയുന്നത്. രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ശൂന്യമായ അവസ്ഥ എന്ന് പറയുന്നത്, നമ്മൾ യാത്രയൊക്കെ ചെയ്യുമ്പോഴേ ചില വീടുകളൊക്കെ കാണും, ചില കെട്ടിടങ്ങളൊക്കെ കാണും ആളൊഴിഞ്ഞു കിടക്കുന്നത്. നമ്മൾ ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും, കർത്താവേ ഇവിടേക്ക് എന്തോരു പേര് ജീവിച്ച് കടന്നു പോയതാണ്, ഇവിടെ ഒന്നുമില്ലല്ലോ. ഈ ആളൊഴിഞ്ഞു കിടക്കുന്ന വീടിൻ്റെയും അല്ലെങ്കിൽ ഈ വീടിൻ്റെയും കെട്ടിടങ്ങളുടെയും ഒക്കെ പ്രത്യേകത എന്താണ്? നല്ല കാറ്റടിച്ചാൽ ആ വീടിനൊരു ശക്തിയില്ല, ആരുമില്ല അവിടെ. അത് എപ്പം വേണമെങ്കിലും വീഴാം, ഒന്നുമില്ല അവിടെ. അതേസമയം ആൾ നിറഞ്ഞിരിക്കുന്ന ആളുകളൊക്കെയുള്ള ഒരു ഭവനമോ കെട്ടിടമോ ഒക്കെ ആണെങ്കിൽ അതിന് പ്രത്യേക ഒരു സംരക്ഷണമുണ്ട്, പ്രത്യേക ഒരു ശ്രദ്ധയുണ്ട്. അതങ്ങനെയൊന്നും വീണു പോകില്ല. ശൂന്യമായ ഒരവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് പറഞ്ഞാൽ, നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ, ദൈവത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഈ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആ ഒരു നിറവ് എനിക്ക് ഇല്ല, അല്ലെങ്കിൽ പരിശുദ്ധാത്മ സാന്നിധ്യമില്ലാത്തതിനാൽ എനിക്ക് എപ്പോഴും ഒരു ശൂന്യതയാണ്. ഞാൻ ഒരു അനുഭവങ്ങൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കാണും. അപ്പോൾ ഒരു മനുഷ്യനോട് വന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്, എൻ്റെ സിസ്റ്ററെ, ഞാൻ മരിക്കാൻ തീരുമാനിച്ചു. ഞാൻ ചോദിച്ചു, എന്നാ നീ തീരുമാനിച്ചത്? അവൻ ഞാൻ ചിരിക്കുവോ? ചിരിക്കാതെ കാര്യം പറ. അല്ല, പലതവണ തീരുമാനിച്ചു. അങ്ങനെയൊക്കെ നീ വെടി പറയാതെ വല്ലവരും പലതവണ മരിക്കാൻ തീരുമാനിക്കുമോ? അന്നേരം അവൻ പറയാ, സിസ്റ്ററെ, എനിക്ക് അങ്ങനെ ഒരു ചിന്തയാണ് മുഴുവൻ സമയവും. അങ്ങനെ നീ ചിന്തിക്കാൻ എന്താ കാരണം? ഈ ജീവിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല സിസ്റ്ററെ. എന്താ നിനക്ക് കാര്യമില്ലാത്തത്? അന്നേരം അവൻ പറയുക, എന്നെ കൊണ്ട് ഈ ലോകത്തിൽ ആർക്കാ ഒരു ഗുണമുള്ളത്? ഞാൻ പറഞ്ഞു, നിന്നെക്കൊണ്ട് ഗുണം പലർക്കും ഉണ്ട്. നീ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് പലർക്കും ഗുണമുണ്ട്. നിനക്ക് വേണ്ട ഡ്രസ്സ്, ചെരുപ്പുകൾ, ഭക്ഷണമൊക്കെ കണ്ടെത്താൻ എത്ര പേർക്ക് ജോലിയാണ്. നിനക്ക് മെഡിസിൻ, നീ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് പലരും ജീവിച്ചിരിക്കുന്നത്. അങ്ങനെയാണോ സിസ്റ്റർ എന്ന് ചോദിച്ചു. അവൻ്റെ മനസ്സിൽ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ആ നിറയ്ക്കേണ്ട ആളെ അവൻ നിറച്ചിട്ടില്ല.
ആ പരിശുദ്ധാത്മ സാന്നിധ്യം, ദൈവിക ശക്തി അവൻ്റെ ഉള്ളിലില്ലാത്തതിനാൽ അവന് തോന്നുകയാണ് ഞാൻ ജീവിച്ചിരുന്ന ശൂന്യത. അതുകൊണ്ട് അവൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞാൻ മരിച്ചേക്കാം. ഞാൻ മരിക്കാനൊന്നും പോകുന്നില്ല. ഇങ്ങനെ പറഞ്ഞു നടക്കുന്നവരല്ലല്ലോ മരിക്കുന്നത്. ഞാൻ പറഞ്ഞു നീ മരിക്കാനൊന്നും പോകുന്നില്ല, എന്തായാലും നീ ഇങ്ങനെ തുറന്ന് പറഞ്ഞത് തന്നെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. പക്ഷേ നീ ശ്രദ്ധിക്കണം, നിൻ്റെ മനസ്സിൽ ശൂന്യതയുണ്ട്. ശൂന്യതയുള്ളത് കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം, ഒരു കുഞ്ഞ് കാറ്റടിക്കുമ്പോൾ ശൂന്യമായ കെട്ടിടങ്ങളും വീടുകളും ഒക്കെ സ്ഥാപനമൊക്കെ വീണു പോകുന്നത് പോലെ കുഞ്ഞ് പ്രശ്നം വരുമ്പോൾ നിനക്ക് ബലമില്ലാത്തത് കൊണ്ട് നീ വീണു പോകുന്നതാണ്. അതുകൊണ്ട് നീ പ്രത്യേകം ശ്രദ്ധിക്കണം. നീ ദൈവത്താൽ നിറച്ചാൽ മാത്രമേ നിനക്ക് സ്വസ്ഥതയും ശാന്തതയും ജീവിതത്തിന് അർത്ഥമുള്ളൂ. നീ ഉള്ളു നിറയ്ക്കുന്നില്ല എങ്കിൽ നീ ഇനി ചെയ്യാൻ പോകുന്നത് ലോകത്തിൽ കിട്ടുന്ന കാര്യങ്ങൾ കൊണ്ട് നീ ഉള്ളു നിറയ്ക്കും. അതായത് ഒന്നെങ്കിൽ നമ്മൾ നിറയ്ക്കാൻ പോകുന്നത് എന്താണ് ചിലപ്പം മയക്കുമരുന്നുകൾ കൊണ്ടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കൊണ്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സെക്സിന് അടിമയായിക്കൊണ്ടാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ലോകത്തിൽ നമുക്ക് ആർജിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കൊണ്ട് നീ നിൻ്റെ മനസ്സ് നിറച്ചുകൊണ്ടേയിരിക്കും. സന്തോഷം കിട്ടട്ടെ, സമാധാനം കിട്ടട്ടെ, സന്തോഷം കിട്ടട്ടെ, സമാധാനം കിട്ടട്ടെ, ശൂന്യത പോകട്ടെ എന്നോർത്തുകൊണ്ട്. ഇന്നാണെങ്കിൽ ഒരു വാട്സപ്പ് യുഗവും കൂടി ആയതുകൊണ്ട് പറയുകയും വേണ്ട, എന്തെല്ലാം കാര്യങ്ങളായതിലൂടെ. ഇത് എത്ര വാട്സപ്പ് നമ്മൾ ലെഫ്റ്റ് കാലിൽ വലതുകയിലും ഇടതുകയിലും പിടിച്ചാലും ഉള്ളിലേക്ക് ഇതൊന്നും കയറിപ്പോകാനായിട്ട് പോകുന്നില്ലെന്ന് നമുക്കറിയാം. ഉള്ളിൻ്റെ ഉള്ളറകൾ സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത് ദൈവമായ കർത്താവിന് വേണ്ടിയിട്ടാണ്. ഈ ദൈവമായ കർത്താവ് ഉള്ളിൻ്റെ ഉള്ളറകളിൽ നിറയുമ്പോൾ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിലുള്ള ആ ഒരു നിറവിൻ്റെ അനുഭവം ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ എനിക്കൊന്നുമില്ല, ഞാനൊന്നുമല്ല, എന്നെ ആർക്കും വേണ്ട എന്നുള്ള ചിന്തയിലൂടെ ആ ശൂന്യത. കർത്താവ് ആദ്യ വചനം തന്നെ നമ്മളോട് പറഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മുടെ ജീവിതത്തെ ഒന്ന് വായിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഈ ശൂന്യതാബോധം എനിക്ക് വരുന്നുണ്ടോ? അതുകൊണ്ടൊരു അയഞ്ഞ ജീവിതം, ഒരു ലൂസ് ലൈഫാണ് എൻ്റേത്. അയഞ്ഞ ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഊരിപ്പോവും. അങ്ങനെ ഈ അയഞ്ഞ ജീവിതമാണെങ്കിൽ എവിടെയും ഊരിപ്പോകുന്ന ഒരു ജീവിതം, എവിടെ ചെന്നാലും പറ്റിപ്പിടിക്കുന്ന ഒരു ജീവിതം, എവിടെയും ഒട്ടിപ്പിടിക്കുന്ന ഒരു ജീവിതം. അതിൻ്റെയൊക്കെ കാരണം എന്താണ്? നിൻ്റെ ഉള്ളിൻ്റെ ഉള്ളറകളിലെ ആ ദൈവിക സാന്നിധ്യം, നിറയ്ക്കേണ്ട സാന്നിധ്യം നീ ശരിക്കും നിറയ്ക്കാത്തത് കൊണ്ട് നീ ഇങ്ങനെ ഒരു അലസമായൊരു ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയായിട്ട് തീരും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളറകളിൽ ഞാൻ ശൂന്യത അനുഭവപ്പെടുന്ന ഒരു വ്യക്തിയാണോ? അല്ലെങ്കിൽ അഗാധമായ കോപവും വെറുപ്പും അസ്വസ്ഥതകളും, അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള എന്ത് കിട്ടിയാലും എനിക്ക് തൃപ്തി വരാത്ത അവസ്ഥയിലൂടെ നടക്കുന്ന ഒരു വ്യക്തിയാണോ? പ്രിയ സഹോദരങ്ങളെ, അല്ലെങ്കിൽ കുറേ സംസാരങ്ങൾ, ഫിലിംസ്, സ്പോർട്സ്, മറ്റു കാര്യങ്ങൾ പലതുകൊണ്ടും ഞാൻ എന്നെ തന്നെ നിറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കും, ഈ ശൂന്യതയൊന്ന് മാറുവാനായിട്ട്. പക്ഷേ ഒരിക്കലും ഒരിടത്തും ഇതിനൊരു മോചനമില്ല. ഞാൻ ഉടനെ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. എന്നിൽ നിന്നും ആ ദൈവിക ചൈതന്യം എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തി പോകേണ്ട രീതിയിൽ കൂടി പോകാനായിട്ട് വഴിയും സത്യവും ജീവനുമായ ഈശോനാഥൻ എനിക്ക് നൽകിയ സഹായകനെ ഞാൻ വിട്ടുപോയത് കൊണ്ട് എനിക്കിപ്പോൾ വഴിയില്ല, എനിക്കിപ്പോൾ സത്യമറിയത്തില്ല, എനിക്കിപ്പോൾ ജീവൻ ഇല്ല. ഞാനൊരു മരിച്ച കണക്കെ ജീവിച്ചിരിക്കുകയാണ്. അവിടുന്ന് നൽകിയിട്ട് പോയ ഈ ആത്മാവിനെ ഞാൻ സ്വീകരിച്ച് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാതെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളറകളുടെ ആ ശൂന്യതകൾ ഒരിക്കലും മാറിപ്പോകില്ല. ഞാൻ ഓർക്കണം, ഞാൻ ഇന്ന് എന്തിൻ്റെ അടിമയായിട്ടാണ് ജീവിക്കുന്നത് എന്ന്. എന്തിനാണ് എനിക്ക് പ്രത്യേകത? ഒരിക്കലൊരു അമ്മ എന്നോട് പറയുകയാണ്, എൻ്റെ സിസ്റ്ററെ, എൻ്റെ കുഞ്ഞ് കോളേജിൽ വിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അയലോക്കത്തെ വീട്ടിൽ പോയി ഈ സംസാരം എന്നതായി ഇവർ പറയുന്നത് എന്ന് അറിയത്തേയില്ല. സംസാര പ്രകൃതം. എൻ്റെ ആ ശൂന്യത ഞാൻ മാറ്റുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ആ ഉത്തരവാദിത്തത്തിൽ നിന്നും മാറി നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ആയിരിക്കുന്ന എൻ്റെ സ്റ്റേജിൽ നിന്നും എനിക്ക് വേണ്ടാത്ത ഒരു അവസ്ഥയിലേക്ക് ഞാൻ മാറിപ്പോയി നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എനിക്ക് ശൂന്യത എൻ്റെ ഉള്ളിൻ്റെ ഉള്ളറകളിൽ ഉണ്ട് എന്നതാണ്. ശൂന്യത എൻ്റെ ഉള്ളിൻ്റെ ഉള്ളറകളിൽ ഉണ്ട് എന്നതാണ്. അത് നമ്മൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നാലേ അതിൽ നിന്നുള്ള മോചനം കിട്ടുകയുള്ളൂ. രൂപരഹിതം പോലെ തന്നെ, അല്ലെങ്കിൽ ശൂന്യമായ ഒരവസ്ഥ, ലോകത്തിൽ കിട്ടുന്നതെല്ലാം വാരിപ്പുണർന്ന്
ഞാൻ നിറയ്ക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തി ആണെങ്കിൽ നമ്മൾ ഓർക്കുക, പരിശുദ്ധാത്മാവ് എവിടെയോ വെച്ച് എന്നിൽ നിന്നും എന്നെ വിട്ടുപോയി. പരിശുദ്ധാത്മാവ് വിട്ടുപോകത്തില്ല, ഉള്ളിൻ്റെ ഉള്ളറകളിൽ മാമോദീസാരെ സ്വീകരിച്ചു, പക്ഷേ ആ ഒരു ഇടപെടലും എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന്. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് അന്ധകാരം. അന്ധകാരത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമേ ഇല്ല. ഒരു അന്ധകാര അവസ്ഥ എന്ന് പറഞ്ഞാൽ ബൈബിളിൽ പല അർത്ഥങ്ങളും പറയുന്നത് ബിബ്ലിക്കലായിട്ടൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല. ഒരു ഇരുട്ടിൻ്റെ ഒരവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതിയല്ലോ. ഇരുട്ടിൻ്റെ ഒരവസ്ഥ എന്ന് ഈ കൈയും കാലും കണ്ണും പ്രകൃതവും ഈ ശരീരം മുഴുവൻ ഒക്കെയുള്ള എനിക്ക് ഇരുട്ടാണെന്ന്, എനിക്കിപ്പോൾ ഇരുട്ടാണെന്ന് മീൻസ് ഇതിൻ്റെ അർത്ഥം എന്താണ്? എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എങ്ങോട്ടാണ്, എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നെനിക്കൊരു പിടുത്തോ ഇല്ല. ഇപ്പോൾ എന്നെ ശ്രവിക്കുന്നവർ ചിലപ്പോൾ രാത്രിയിലോ പകലോ ഏതെങ്കിലും സമയത്താവും ഇപ്പം നിങ്ങൾ ടി വി കാണുന്നതല്ലേ, ചിലപ്പോൾ രാവിലെയോ ഉച്ചയ്ക്കാൻ വൈകിട്ട്. പക്ഷേ ഇപ്പം കറണ്ട് പോവാന്ന് വിചാരിച്ചേ, നമുക്ക് സുരക്ഷിതമായ വീടാണെങ്കിലും നമുക്ക് ചിലപ്പോൾ തട്ടുമുട്ടുമൊക്കെ ഉണ്ടാവും. എന്ന് ഇരിക്കുന്ന വീടാണ്, എന്നും ടി വി കാണാൻ മണിക്കൂറുകളോളം ഇരിക്കുന്നവരൊക്കെ ആയിരിക്കും. എന്നാലും പൊട്ടിപ്പോയി, എന്താണ് ഇത് കറണ്ട് പോയി എന്ന് വിചാരിക്കുക. ചിലപ്പോൾ എഴുന്നേൽക്കുമ്പം കൈയും കാലും ഒക്കെ മുട്ടാൻ സാധ്യതയില്ലേ. അന്ധകാരം, ഇരുട്ട് നിന്നെ എവിടെയൊക്കെ മുട്ടിച്ചു, ഇരുട്ട് എവിടെയൊക്കെ നീ തട്ടി, എവിടെയൊക്കെ നീ തകർന്നു, എവിടെയൊക്കെ നീ തളരാൻ തുടങ്ങി, അതെല്ലാം നമ്മൾ ചിന്തിക്കണം. എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവാകുന്ന ആ വലിയ ശക്തി എൻ്റെ ജീവിതത്തിൽ നിരന്തരം നയിക്കപ്പെടുവാനായിട്ട് നമ്മൾ ശ്രദ്ധയുള്ളവരായിരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ആ പ്രചോദനങ്ങളെ ഇടയ്ക്കിടയ്ക്കൊന്ന് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? സൃഷ്ടാവിലുപരി സൃഷ്ടിയെ നമ്മൾ ആരാധിക്കുകയും അങ്ങനെ എന്ത് ചെയ്യുന്നു? കർത്താവ് അനുചിതമായ പ്രവൃത്തികൾക്ക് അവരെ വിട്ടുകൊടുത്തു എന്നൊക്കെ റോമാക്കാർക്ക് ലേഖനത്തെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. എന്താണ്? ക്ഷണികമായ ആനന്ദത്തിൻ്റെ പുറകെ പോകുന്ന ഒരു പ്രകൃതത്തിലേക്ക് പോകുന്ന ഒരു വ്യക്തിയാണോ ഞാനെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഈശോ ഉദ്ധാനം ചെയ്തതിന് ശേഷം നമുക്ക് ആദ്യമായിട്ട് വാഗ്ദാനം ചെയ്തത് ഈ പരിശുദ്ധ ആ പെസഹ ഗിഫ്റ്റ്, പെസഹ രഹസ്യത്തിൻ്റെ സമ്മാനം എന്ന് പറയുന്നത് എന്താണ്? പരിശുദ്ധാത്മാവാണ്. നോക്കിക്കേ, യോഹന്നാന്റെ സുവിശേഷം 20:22 എന്താ പറയുക? ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. യാതൊരുവിധ പരിമിതിയില്ലാതെ ഏതൊരു മനുഷ്യനും എപ്പോഴും നിർലോഭം കിട്ടത്തക്ക രീതിയിൽ അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ട് പോയതാണ് ഈ പരിശുദ്ധാത്മാവ്. യോഹന്നാൻ 3:34 നമ്മൾ കാണുന്നില്ലേ? പരിധികളില്ലാതെയാണ് ഈ അളന്നല്ല കൊടുക്കുക. അതിൻ്റെ കാരണം എന്താണ്? എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഈ ആത്മാവിൻ്റെ ഒരു സാന്നിധ്യവും ഒരു നിറവും നമുക്ക് വളരെ ആവശ്യമാണ്. അല്ലെങ്കിൽ എന്തുണ്ടാകും നമ്മുടെ ജീവിതത്തിൽ? ഇന്ന് ആത്മാവിനെ സ്വീകരിച്ചു, ഓക്കെ, പ്രാർത്ഥിച്ചു, മിടുക്കനായി, ഓക്കെ, ഇന്നത്തേന് കൊള്ളാം, പക്ഷേ നാളത്തേന് നമ്മൾ പോയിരുന്ന് വാങ്ങിക്കണം, എന്നും നമുക്ക് വേണം. അല്ലെങ്കിൽ എന്തു സംഭവിക്കും? ഈ ഉൽപ്പത്തി 1:1 നമ്മൾ വായിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട്. അതുകൊണ്ട് നമ്മളൊന്ന് ഓർക്കുക, എവിടെയും ഏതൊരു സമയത്തും നമുക്ക് ലഭിക്കുവാൻ തക്കവണ്ണം ഈശോ വളരെ വേദന സഹിച്ചു നിന്ന് ഈ ആത്മാവിൻ്റെ സാന്നിധ്യം എല്ലാ ഒരു മീൻ വറക്കുമ്പോഴും പരിശുദ്ധാത്മാവേ വാ നമുക്ക് മീൻ വറക്കാൻ പോകാം. മീൻ വറക്കില്ലേ വീട്ടിൽ? നമ്മൾ അത്താഴം കുടിക്കാൻ പോകില്ല. എന്തിനാ പരിശുദ്ധാത്മാവിനെ മീൻ വറക്കാൻ കൊണ്ടുവന്നതെന്ന് അറിയാമോ? എണ്ണ തെറിക്കുമ്പോൾ പ്രൈസിനോട് പറയാൻ വേണ്ടിയിട്ടോ. എണ്ണ തെറിക്കില്ലേ? അതിന് നമ്മൾ കോപ്പ് എന്നെങ്കിലും പറയാം. അങ്ങനെയല്ല, പരിശുദ്ധാത്മാവെ എന്ന് വിളിക്കണം. പ്രൈസ്തലോട് പറയണമെങ്കിൽ ആര് വേണം? പരിശുദ്ധാത്മാവ് വേണം. അല്ലെങ്കിൽ എന്താണ്, നമ്മൾ വാഷിംഗ് മെഷീനിൽ കൊണ്ടേ തുണിയിട്ടു, വാഷിംഗ് മെഷീൻ പാവപ്പെട്ട മനുഷ്യർ ചിലപ്പം തോട്ടിലായിരിക്കും അലക്കുന്നത്, എന്തെങ്കിലും ആട്ടെ, പക്ഷേ ആത്മാവിൻ്റെ ആ സാന്നിധ്യം നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ കുറച്ചൊക്കെ കുറവുകളൊക്കെ വന്നില്ലേ? സോപ്പ് ഉണ്ടാവും ഓർത്തുകൊണ്ട് കെട്ടി വലിച്ച തോട്ടിൽ തുണി അലക്കാൻ പോയതാണ്. അവിടെ ചെന്നപ്പോൾ 1.5 കിലോമീറ്റർ നടന്നപ്പം അവിടെ സോപ്പില്ല, പിന്നെ തിരിച്ച് നടക്കണം എടുക്കാൻ. പ്രൈസ്തലോട് പറഞ്ഞുകൊണ്ട് നടക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം. അല്ലെങ്കിൽ അവിടെ നിന്ന് തുടങ്ങി ഇവിടം വരെ വേറെ സുഹൃത്തേപം ചെല്ലും. അപ്പോൾ എല്ലാ ജീവിത സാഹചര്യം, കുഞ്ഞു കാര്യം സിസ്റ്റർ പറഞ്ഞതാണ്, അതുപോലെ എല്ലാ മേഖലകളിലും ഈ അരൂപിയുടെ സാന്നിധ്യം നമുക്കുണ്ടാകുവാനായിട്ട് പ്രത്യേകം നമ്മൾ കൊതിക്കേണ്ടതുണ്ട്. നമ്മൾ കാണുന്നു, എന്താണ്
യോഹന്നാൻ്റെ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ 10 കന്യകമാർ എന്താണ് വിളക്ക് മണവാളിനെ സ്വീകരിക്കാനായിട്ട് വിളക്ക് കൊടുത്തുകൊണ്ട് വരുന്നത് കൊണ്ട് എണ്ണ എടുത്തു, പക്ഷേ പകുതിയായപ്പോൾ 5 പേരുടെ കിട്ടുപോയി. അപ്പോൾ നമ്മൾ ഈ സംഭവത്തിൽ നിന്ന് ഓർക്കണം, അവർ വളരെ കൃപയോടെയൊക്കെ തുടങ്ങിയതാണ്, പക്ഷേ ഇടയ്ക്ക് വന്ന് കൃപ പോയി. ഈ പറയുന്ന വാക്ക് ഞാൻ എൻ്റെ പൊന്ന് കർത്താവെ, ചിലപ്പോൾ ഇന്ന് ചിന്തിക്കും, ഇറങ്ങിയപ്പം കർത്താവിന് അവരെ നന്നായിട്ട് അറിയാമായിരുന്നല്ലോ, 10 പേർ ഇറങ്ങി എന്നുള്ള കാര്യം കൃത്യം അറിയത്തില്ലേ? അറിയാമായിരുന്നു. 5 പേരെ ഇടയ്ക്ക് മറന്നുപോയത് എങ്ങനെയാണ്? അങ്ങോട്ടുള്ള കൃപ, ആ ഫ്ലോ അങ്ങ് നിന്നുപോയി, ആ ഒഴുക്ക് അങ്ങോട്ട് നിന്നുപോയി. കർത്താവിൻ്റെ ആ സ്പർശനം നിന്നുപോയത് കൊണ്ട് അവരെ അറിയുന്നില്ല. അതാണ് അങ്ങനെ ഈ രൂപമില്ലാതെ, അങ്ങനെ ഈ എന്താണ് നിറവില്ലാതെ, ആത്മാവിൻ്റെ ഒരു പുതിയ ചൈതന്യമില്ലാതെ പ്രവർത്തിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന പലരെയും നമ്മൾ കാണും. ജീവിതമൊന്നും രൂപപ്പെട്ടിട്ടൊന്നുമില്ല കേട്ടോ, ജീവിതമൊന്നും അത്ര നിറങ്ങിയിട്ടില്ല ആത്മാവിനെ കൊണ്ട്. അതുപോലെ ആ ശൂന്യതയും അന്ധകാരവും ഒന്നും മാറിയിട്ടില്ല, പക്ഷേ പ്രേക്ഷിത വേല ഭയങ്കര ശക്തമാണ്. അവരെക്കുറിച്ച് 1-2 വർത്താനം നമ്മൾ കേട്ടിട്ടില്ലേ? ലൂക്കായുടെ സുവിശേഷം 13:25-27 നിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഭക്ഷിച്ചു പാനം ചെയ്തു, അറിയേലെന്ന് പറഞ്ഞു. ഈ 10 പേരിൽ 5 പേരെ മാത്രമല്ല, ഇവരെ അറിയാം. ഇവർ നല്ല കാര്യം ചെയ്തു. രൂപപ്പെടാതെ, ജീവിതത്തിൽ പരിവർത്തനങ്ങൾ വരുത്താതെ നമ്മൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ നമ്മളെ എവിടെയും എത്തിക്കുകയില്ല. മത്തായിയുടെ സുവിശേഷം 7:22-23 പറഞ്ഞു, പ്രവചിച്ചു. ചിലപ്പോൾ കർത്താവ് ഈ പറയുന്ന എന്നെ നീ അറിയണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പറയുന്നത്. അറിയേലെന്ന് പറയും. കാരണം എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവിനെ കളഞ്ഞിട്ട് സ്വന്തം ശക്തി കൊണ്ടുള്ള പ്രവർത്തനമായിരുന്നു. പരിശുദ്ധാത്മാവിനെ കളഞ്ഞിട്ട് എൻ്റെ അറിവിൻ്റെയും എൻ്റെ ബുദ്ധിയുടെയും എൻ്റെ എല്ലാ വിവരത്തിൻ്റെയും വെളിച്ചത്തിൽ ഞാനിങ്ങനെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക. എന്തൊരു കസറത്താണെന്നറിയാമോ? എന്തൊരു പവറാണെന്നറിയാമോ? മൈക്കൊക്കെ പൊട്ടിച്ച് കളയും. അതുകൊണ്ട് കുറേ പേര് പേടിച്ച് ഹീലിംഗ് കിട്ടും. അപ്പോൾ അതൊന്നുമല്ല ശരിക്കും കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ അന്നത്തെ ആ ആത്മാവ്, ലോകത്തെ ആര് നയിച്ചു കൊണ്ടിരിക്കുന്നുവോ, സഭയെ ആര് നയിച്ചു കൊണ്ടിരിക്കുന്നതോ, ഈ ആത്മാവിനെ നിർലോഭം നമുക്ക് നൽകിയിരിക്കുന്നു. ഈ സഭയെ നയിക്കപ്പെടുന്നത് പോലെ എൻ്റെ കൊച്ചു ജീവിതത്തെ നയിക്കുവാൻ ഈശോ വാങ്ങിത്തന്ന ഈ ആത്മാവിൻ്റെ ചലനങ്ങളെ നമുക്ക് സ്വീകരിക്കാം. ഇനിയും രൂപപ്പെടാത്ത സ്വഭാവ പ്രത്യേകതകൾ, എൻ്റെ ജീവിതത്തിൻ്റെ ശൈലികൾ, എൻ്റെ ജീവിതത്തിൻ്റെ ക്രയവിക്രയങ്ങൾ, ഇതെല്ലാം നമുക്കൊന്നും കൂടി പരിശോധിച്ച് ആ പാദാന്തികത്തിൽ നമുക്ക് കൃപയ്ക്കായിട്ട് ഇരിക്കാം. ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ചേ, ഒരു നിമിഷം മനസ്സുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, എല്ലാം എനിക്കുണ്ട് എന്നുള്ള ഭാവങ്ങളെല്ലാം എന്നിൽ നിന്നും മാറ്റി, ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണെന്നുള്ള മനോഭാവങ്ങളെല്ലാം ഒന്ന് മാറ്റി, ഇനിയും എനിക്ക് ഒരുപാട് മേഖലകളിൽ നിൻ്റെ സ്പർശനവും രൂപപ്പെടുത്തലുകളും ഒക്കെ ആവശ്യമാണെന്ന് മനസ്സിലാക്കാൻ എന്നെ ഒന്ന് സഹായിക്കണമേ. എൻ്റെ ഉള്ളിലേക്ക് ഇടയ്ക്കെങ്കിലുമൊക്കെ കടന്നു വരുന്ന ആ ശൂന്യതകളെ നീ വന്നാൽ മാത്രമേ നിറയുള്ളൂ എന്ന് ഒന്ന് നന്നായി മനസ്സിലാക്കാൻ എൻ്റെ ബുദ്ധിയിലേക്ക് നിൻ്റെ ആത്മാവിനെ, ജ്ഞാനത്തെ പകരണമേ. എന്നിലെ ഒന്നും ചെയ്യാൻ പറ്റാത്ത എല്ലാം വഴി മുട്ടി നിൽക്കുന്ന അനുഭവങ്ങൾ നീ വന്നാൽ മാത്രമേ വഴിയാകുകയുള്ളൂ എന്ന് വിശ്വസിക്കുവാൻ അങ്ങനെ പഠിപ്പിക്കണമേ, അനുഗ്രഹിക്കണമേ. ആമേൻ.